നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയിലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പത്മനയിലെ വേണുവിൻ്റെ ഭാര്യ സിന്ധു 24-നോട് ആരോപണം തെളിയിക്കുന്ന രേഖകളുമായി നാളെ ഹാജരാകാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ ചടങ്ങുകളൊന്നും പൂർത്തിയാകാതെ ഈ അവസ്ഥയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച രീതി ശരിയായില്ലെന്നും സിന്ധു 24-നോട്. എനിക്കിപ്പോൾ പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൊലക്കുറ്റം ചെയ്തിട്ടോ ഇതോ വലിയ പ്രതിയൊന്നുമല്ല. കാരണം ഞാനൊരു വൈഫാണ്. എനിക്ക് 16 ദിവസം കഴിയാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ 7-ൻ്റെ അന്ന് കുഴിമുടൽ ചടങ്ങ് വെച്ചാൽ 8ാമത്തെ ദിവസം ആവുന്നേ ഉള്ളൂ. എൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവരുടെ കയ്യും കാലും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ചെറിയ ഒരു മൃതശരീരത്തോടൊരു ചെറിയൊരു ഇതെങ്കിലും കാണിക്കാമായിരുന്നു. ഈ അന്വേഷണ സംഘം എന്തിനാണ് ഇവരോട് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടതെന്ന് അറിയില്ല. പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഈ മൊഴി രേഖപ്പെടുത്താനായി അവരുടെ സവിധത്തിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടത് അതിലൊരു നീതികേട് മണക്കുന്നുണ്ട്. അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേർന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും ഈ സിന്ധു പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഇവർക്ക് ഈ അന്വേഷണ സംഘത്തിന് അവർക്ക് നടന്നങ്ങോട്ട് ചെല്ലാവുന്നതേ ഉള്ളായിരുന്നു. അവരെ തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും വേണുവിന് തുടക്കം മുതൽ തന്നെ നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ വേണുവിൻ്റെ ഭാര്യ സിന്ധു പറയുന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം ഈ വേണുവിൻ്റെ ഭാര്യ സിന്ധു ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ ചികിത്സ വൈകിപ്പിച്ചെന്ന ആരോപണത്തിൽ ആ തെളിവുമായി ഈ ഡയറക്ടർക്ക് മുമ്പിൽ ഹാജരാകണം. അതിന് ഹാജരാകാൻ നിശ്ചയിച്ചിരിക്കുന്ന തീയതി നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഈ സിന്ധു ഇത് കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കുടുംബത്തിൽ ചില ചടങ്ങുകളുണ്ട്, ആചാരപ്രകാരമായ ചടങ്ങുകളുണ്ട്. അതിനപ്പുറം മാനസികമായ വലിയ വിഷമത്തിലാണ്. ഈ സാഹചര്യത്തിൽ അവിടേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് സിന്ധു അവരെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ അപ്പോൾ പോലും ഒരു അനുകൂലമായ മറുപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സിന്ധുവിന് ലഭിച്ചില്ല എന്നുള്ളതാണ് സിന്ധു പറയുന്നത്. സ്വാഭാവികമായും ഇവിടെ എത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം മൊഴിയല്ല രേഖപ്പെടുത്തുന്നത്, രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കാനാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചികിത്സ വൈകിയതിന് എന്ത് രേഖകൾ എന്നുള്ളതാണ് സിന്ധു ഇന്ന് ചോദിക്കുന്നത്. കാരണം അതിൻ്റെ നേർസാക്ഷ്യമാണ് താനുള്ളത്. തനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. അത് കേൾക്കാനാണെങ്കിൽ അത് ഇവിടേക്ക് എത്തിയാൽ താൻ പറയാം, അല്ലെങ്കിൽ ഈ 16 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് സിന്ധു പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് മുമ്പിലേക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ നിലവിലെ അന്വേഷണ ടീമിന് ഒരു ധൃതിയുണ്ട് എന്ന തോന്നലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കടുത്ത നിലപാടിലാണ് കുടുംബം. ഇനി അങ്ങോട്ട് പോയി ഇക്കാര്യത്തിൽ മൊഴി കൊടുക്കുന്നില്ല. ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ക്രിയാറ്റിൻ കൂടുതലായിരുന്നായിരുന്നു ആ മെഡിക്കൽ കോളേജിലെ ആദ്യ വാദം. അത് തെറ്റും തെളിയിക്കുന്ന രേഖകൾ തന്റെ പക്കലുണ്ട്. ബാക്കി എല്ലാ രേഖകളിലും മെഡിക്കൽ കോളേജിലാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഒപ്പം അവിടെ കൂട്ടിരിപ്പുകാരുടെ അടക്കം മൊഴികൾ എടുക്കണം, മറ്റു രോഗികളുടെ മൊഴി കൂടി എടുക്കണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ സിന്ധു മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷേ ഇവരുടെ മൊഴിയെടുക്കാത്ത റിപ്പോർട്ട് സർക്കാർ മുമ്പിലേക്ക് എത്തുമോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.